നമ്മെ ഒരു സങ്കീർത്തനം നമുക്ക് വായിക്കുവാനായിട്ടുള്ളപ്പോൾ തലക്കെട്ട് കാണുന്നതിലെ ഓരോ പുത്രന്മാരും ഒരു സങ്കീർത്തനം ഒന്ന് അവിടെ കാണുവാനായിരുന്നു. അവരുടെ ചോദ്യങ്ങളും ചില അപേക്ഷകളുമായിട്ട് അവൻ ഓരോ പുത്രന്മാർ ദിവസങ്ങളിലേക്ക് അടുത്ത് വരുവാനായിട്ടില്ല. അവൻ എത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് അടുത്ത് വന്ന് അതായത് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും കർത്താവിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനും ഒക്കെ ദൈവം ശ്രമിക്കുന്നതായ ഒരു സങ്കീർത്തനമായി നമുക്ക് കാണുവാനായിട്ട് നമുക്ക് വായിക്കാം. അതിന്റെ 55-ാം അധ്യായത്തിന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അകത്ത് നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവൻ നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്ന് ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ല. തലമുറ നീ എന്ന് ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരുന്നു. അനേകം കാര്യങ്ങളുടെ കഥയിൽ ഈ അബ്രഹാം ചെറിയതായ യാഗം കഴിച്ചപ്പോൾ ഒരു ചെറിയ പ്രാവിലേക്ക് ഒരു പ്രാവിനെ അറക്കുന്നതിന് തടസ്സമായി അതിന് നിമിത്തം ആ അബ്രഹാമിന്റെ തലമുറ വർഷങ്ങളോളം എന്ത് ചെയ്യാം ശാപത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പ്രവാസത്തിലേക്ക് പോകാനിടയായിരുന്നപ്പോൾ അങ്ങനെ അവരുടേതായ ജീവിതത്തിൽ അനേകം ക്വസ്റ്റ്യനുകൾ നിരക്കിയ പിതാക്കന്മാരുടെ അകത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഇത് ക്ഷമിക്കുമോ? കർത്താവെ ഇത് ക്ഷമിക്കപ്പെടുവാനിടയായിത്തീരുമോ എന്ന ഒരു ചോദ്യം നിൽക്കുവാനിടയാകുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പോലെ ഈ കുറവുകളെല്ലാം ക്ഷമിക്കുന്ന ഒരു കാര്യം, പാപം അകൃത്യങ്ങളെ എല്ലാം ക്ഷമിച്ചു തരുന്ന ഒരു നല്ല പിതാവ് നമുക്ക് വരുന്നുണ്ട്. അവൻ രക്തദാന സകലതും കൈകൾ പ്രാപിക്കുവാനിടയായിത്തീരുന്നു. ഒന്ന് പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട്, ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ വേണ്ടി ദിവസത്തിലേക്ക് അടുത്ത് വരുവാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാണ്ടേയായിട്ടുള്ളൂ. ഇതുപോലെക്കാൾ എൻ്റെ ജീവിതത്തിൽ അകൃത്യമില്ല, എൻ്റെ ജീവിതത്തിൽ പാപമില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ്ടേയായിട്ടുള്ളതാൽ പാപമില്ല എന്ന് നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരായിട്ടുള്ള അനുഭവത്തിലേക്ക് വരുവാണ്ടേയായിട്ടുള്ളത്. അവരുടെ ചുങ്കക്കാരൻ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ദിവസത്തിലേക്ക് അടുത്ത് വന്നത് കർത്താവേ, എന്റെ നോട്ടത്തിലും ചിന്തയിലും വിചാരങ്ങളിലും ഒക്കെ നിന്റെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമെന്ന് ദിവസത്തിലേക്ക് അടുത്ത് വരുവാണ്ടേയായിട്ടുള്ളതാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാണ്ടേയായിട്ടുള്ളത്. യെശയ്യാവിന്റെ 1:18 വാക്യങ്ങൾ പറയുന്നു. യെശയ്യാവ് chapter 1 verse 18. യെശയ്യാവ് 1:18. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മകൾ അനുഭവിക്കുവാനുണ്ട്. കർത്താവ് പറയാൻ നിങ്ങളൊന്ന് വാ എന്ന് വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടം ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കുവാൻ, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ അവൻ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് അടുത്ത് വന്ന പാപത്തിൻ്റെതായ മണ്ഡലങ്ങൾ, പാപത്തിൻ്റെതായ ആ മേഖലകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവസ്ഥലിലേക്ക് ഒന്ന് അടുത്ത് വന്നാൽ അതിനെ വെളുപ്പിക്കുവാൻ, ഹിമം പോലെ വെളുപ്പിക്കുവാൻ തക്കണം, അതിനെ അവൻ പഞ്ഞു പോലെ ആക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവസ്ഥലിലേക്ക് അടുത്ത് വരുവാണ്ടയാകുമ്പോൾ, ഇതുപോലെ കാലം കർത്താവിന്റെ സ്ഥലത്തിലേക്ക് അടുത്ത് വരുവാണ്ടയാകുമ്പോൾ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന, പാപങ്ങളെ ക്ഷമിക്കുന്ന, കുറവുകളെ ക്ഷമിക്കുന്ന ഒരു നല്ല പിതാവ് ദിവസത്തിലേക്ക് അടുത്ത് വരുവാണ്ടയാകും. നമ്മുടെ യാഗങ്ങൾ അർപ്പിക്കുവാണ്ടയാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ജീവനും പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവാൻ കണ്ടയായി തീരുമ്പോൾ അത് ഒന്നാമത്തെ സ്റ്റേജ് ആണെന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, ആ ദിവസത്തിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവെ, അതിന്മേൽ ഒരു വിടുതൽ നമ്മുടെ നൽകുവാണ്ടയാണ്. അത് മാത്രമേ ആ ഒരു സ്റ്റേജ് കഴിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. അത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കുവാണ്ടയായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുവാണ്ടയാകണം. ദൈവം പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുവാണ്ടയാണ്, നമ്മൾ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കുവാണ്ടയാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ആ ദൈവിക ദൂതുകള്, ദൈവം പറയുന്ന ആലോചനകള്, ദൈവം പറഞ്ഞ വഴികളെ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കുവാണ്ടയായിട്ട് കർത്താവ് പറയാം, നിങ്ങൾ ദേശ
ദേശത്തിന്റെ നന്മകളെ അനുഭവിക്കുവാനായിട്ട് അത് ആത്മീയ അനുഭവങ്ങളും ആത്മീയ നന്മകളായിരുന്നാലും ഭൗതിക നന്മകളായിരുന്നാലും എല്ലാം അനുസരിക്കണമെങ്കിൽ കർത്താവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അനുസരണയോടെ കേട്ട് അനുസരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ അത് അനുഭവിക്കുവാനൊക്കെ ഇടയായി തീർത്തുള്ളൂ. അങ്ങനെ അനുഭവത്തിലേക്ക് വരുവാൻ വേണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവമേ ദൈവമേ എൻ്റെ ജീവിതത്തിലെ ആ അകൃത്യങ്ങൾ അവർ പറയുന്ന അവിടെ 7-ാമത്തെ വാക്യം പറഞ്ഞ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമെന്ന് നിന്റെ രക്ഷ നിങ്ങൾക്ക് നൽകണം. 6-ാം വാക്യം പറഞ്ഞത് നിന്റെ ജനം നിന്നെ ആരാധിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല. സകലരും ചോദിക്കുക, നിന്റെ ജനം നിന്നെ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല. എന്തിനു വേണ്ടിയാണ് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുവാനാണ്? എന്തിനു വേണ്ടിയാണ് കർത്താവ് വീണ്ടും നമുക്ക് ജീവൻ നൽകിയത്? മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നതായ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നതായ നിന്ദയുടെ അനുഭവത്തിലേക്ക് കടന്നതായ നമ്മളെ വീണ്ടും ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവം നിർത്തിയിരിക്കുന്ന ഉദ്ദേശം എന്താ? കർത്താവിലൊന്ന് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ. അതാണ് കർത്താവ് എപ്പോഴും സന്തോഷിക്കുകയും കർത്താവിൻ്റെ വചനം പറയുമ്പോൾ കർത്താവ് എനിക്ക് ദൈവത്തിലൊന്ന് സന്തോഷിപ്പാൻ ഒരു കൃപ നൽകണമേ. അതിനുവേണ്ടി വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുമ്പോൾ കർത്താവെ ആ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ജീവൻ നൽകുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആ ജീവൻ നമുക്ക് പ്രാപിച്ചെടുത്തിട്ട് മുമ്പോട്ട് പോകാനൊക്കെ കർത്താവ് എന്തിനു വേണ്ടിയാ? കർത്താവിൽ സന്തോഷിക്കുക. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് കർത്താവിൽ ഒരു സന്തോഷം കണ്ടെത്തുവാനൊക്കെ ഒരു കൃപ തമ്മിൽ പകരുവാതെയാണ്. ദിനങ്ങളിൽ ആരിൽ സന്തോഷം കണ്ടെത്തുവാതെയാണ്, കർത്താവിൽ സന്തോഷം കണ്ടെത്തുവാതെയാണ്. അതിന് ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ സന്തോഷം കണ്ടെടുത്തുന്ന എല്ലാ മേഖലകളും മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മൾ ഇറങ്ങുവാരുടെ അയച്ചത് പരിശുദ്ധാത്മാവോട് സംസാരിപ്പാനിട. അത് നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് കേൾക്കുന്ന വചനങ്ങൾ അത് ചെറിയ വചനങ്ങളായിരിക്കാം, ചെറിയ ഒരു വാക്കായിരിക്കാം, പക്ഷേ അത് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കുന്നുണ്ടെങ്കിൽ യോന പ്രവാചകൻ പറയുന്നത് പോലെ എന്ത് ചെയ്യുക? ദൂതർ അറിയിക്കുവാനാകുമ്പോൾ അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞ് എന്ന് കർത്താവ് കണ്ടപ്പോൾ, ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തുവന്നത് പറഞ്ഞതായ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം അനുദപിക്കുവാനായി തോന്നുന്നതുപോലെ കർത്താവ് നമുക്ക് എതിരെ നിൽക്കുന്നതായ എല്ലാ വെല്ലുവിളികളും, നമുക്കെതിരെ നിൽക്കുന്നതായ എല്ലാ മണ്ഡലങ്ങളും തകർന്നു മാറണമെങ്കിൽ ഇതുപോലെ കാലം നമ്മൾ ദൈവസ്ഥനിലേക്ക് ഒന്ന് അടുത്ത് വന്നിട്ട് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് അടുത്ത് വന്നിട്ട് ആ ദൈവ വാചനത്തെ ഒന്ന് അനുസരിക്കുവാൻ ഒരു കൃപ അധികമായി പകരുവാനാണ്. കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് അടുത്ത് വന്ന് ദൈവമേ അപ്പന്റെ വചനം കർത്താവേ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ കർത്താവിന്റെ വചനം അതെ അടുത്തിരിക്കുമ്പോഴും അകലത്തിരിക്കുമ്പോഴും ഒക്കെയും ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യുക? പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ്റെ അയച്ചിനും നമ്മുടെ മുമ്പിൽ മാതാപിതാക്കൾ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാതിരിക്കാം. പക്ഷെ മാതാപിതാക്കളുടെ പ്രസൻസ് ഉണ്ടെങ്കിലും പ്രസൻസ് ഇല്ലെങ്കിലും വിത്തോട് പ്രസൻസിലായിരുന്നാലും ശരി പാപം സിൻ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാകണം. മാതാപിതാക്കൾ പറഞ്ഞു അത് അനുസരിക്കണമെന്ന് പറഞ്ഞു, അനുസരിക്കണമെങ്കിൽ മാതാപിതാക്കളോട് ആഴമായ ഒരു സ്നേഹം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഇന്നത്തെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് ആഴമായ സ്നേഹമുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതിനെ ഞാൻ ശിരസ വഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള അയച്ചണം. ദൈവം നമ്മളോട് പറഞ്ഞ ആലോചനകൾ മകനെ ഇന്ന വഴി നിനക്ക് വിരുദ്ധമായി നിൽക്കുക, നീ ചെയ്യരുത്, യാത്ര ചെയ്യരുത് എന്ന് പറയും. ഇനി ഇടത്ത് നീ പോകരുത്, ഇന്നത് ചെയ്യരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുവാനാകുമ്പോൾ ഒന്നുകൂടെ ആത്മീയത്തിലും ഒന്നുകൂടെ ബലപ്പെടുത്തുവാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അതിനുവേണ്ടി ബലപ്പെടുത്തുവാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ദിവസത്തിലേക്ക് ഒന്ന് അടുത്ത് വരുവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ദിവസത്തിലേക്ക് വചനം പറയുന്നത് പോലെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിന്റെ പാതവത്തിൽ ഇരിക്കുവാനാണ്. ചില ആത്മീയ മർമ്മങ്ങൾ, ആത്മീയമായ വെളിപ്പാടുകൾ, ദർശനങ്ങൾ ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ സ്ഥാനത്തിൽ ഇരുന്നെങ്കിലേ പറ്റുവാനിടെ ആകത്തുള്ളൂ. ദൈവസ്ഥനിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. കർത്താവെ അങ്ങ് സംസാരിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവം നമ്മളോട് സംസാരിപ്പാൻ, ദൈവം നമ്മളെ കൊണ്ട് പണിയുവാൻ്റെ അയച്ചിരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. അങ്ങനെ കേട്ട് അനുസരിക്കുന്നത് യശയ്യാവിനോട് പറഞ്ഞ യശയ്യാവിന് ആ ദൂത് പറഞ്ഞതുപോലെ കർത്താവ് നിങ്ങൾ കേട്ട് അനുസരിക്കുന്നവർക്ക് ദേശത്തിന്റെ നന്മകളെ അനുഭവിക്കുവാൻ്റെ അയച്ചില്ല. നമ്മളെ കുറിച്ച് പരിശുദ്ധ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ദേശത്തിന്റെ നന്മകൾ അത് ആത്മീയമായിരുന്നാലും ഭൗതികമായിരുന്നാലും നമ്മൾക്ക് അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകുവാൻ അയച്ചിരും. എന്ത് ചെയ്യുക? അതിനെ
ഒതുക്കി കളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നും ആർക്കും കഴിയത്തില്ല. എന്നാൽ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ, കർത്താവിന്റെ വാക്കിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ, അവന് മുമ്പിൽ പ്രതിസന്ധിയായിരിക്കാം, പ്രതികൂലമായിരിക്കാം, അവൻ ഒരു മനുഷ്യനും കാണുവാൻ കഴിയത്തില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് ആർക്കും കാണുവാൻ കഴിയത്തില്ലായിരിക്കാം. ഒരു ചെങ്കടലിന് മുമ്പിൽ നിൽക്കുവാണ്ടാകുമ്പോൾ അവൻ സൈഡിൽ മുഴുവൻ അവൻ കുന്നുകൾ മലകൾ മാത്രമായിരിക്കാം, പിറകെ സൈന്യമായിരിക്കാം. പക്ഷെ ഇതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ മുമ്പിൽ മൊത്തം ഞെരുക്കത്തിന് അനുഭവങ്ങളും വേദനകളുടെ അനുഭവങ്ങളും ഭാരങ്ങളും നിന്ദകളും ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താ സംഭവിക്കുവാൻ പോകുന്നു എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. മോശയോട് പറഞ്ഞതുപോലെ, നീ എന്റെ വടിയ, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെ ഒന്ന് നീട്ടുവീനെന്ന് മോശയോട് പറഞ്ഞപ്പോൾ കഥാവ് അതുപോലെ പറഞ്ഞത്, നമ്മൾക്ക് ഇന്ന് പകൽക്കാലം പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ. നമ്മുടെ വായിൽ ദൈവം വചനം തന്നിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വചനം തന്നിട്ടുണ്ട്. ആ വചനം ഒന്ന് ഉരുവിടുവാൻ കഴിഞ്ഞാൽ, ആ വചനം നമ്മുടെ വായിലൂടെ വിശ്വാസത്തോടെ പറഞ്ഞ് പുറത്തേക്ക് വരുവാണ്ടാകുമ്പോൾ അതിന് മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തകർന്നു മാറുവാണ്ടായിട്ട്, എല്ലാം നെഗറ്റീവായി നിൽക്കുന്ന മണ്ഡലങ്ങളും നെഗറ്റീവായ ചിന്തകളും പ്രതികൂലമായി നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം. അതിനെ നോക്കി വിശ്വാസത്തോടെ പറയുവാണ്ടായിട്ട് താവിന്റെ വചനം പറയുന്നു, കടുക് മടിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ വലയോട് നീങ്ങി കടലിലേക്ക് പോകുവാൻ പറഞ്ഞാൽ അത് സംഭവിപ്പാനിടയായിട്ടില്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിന്റെ ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ കർത്താവെ ഒരു കൃപ തമ്മിലെ പകരം ദൈവം പറയുന്നതിന് വേണ്ടി നിൽക്കുവാൻ കർത്താവെ ആ വചനം നിരന്തരങ്ങൾ ദൈവം നമ്മുടെ കരങ്ങളിൽ വചനം താൻ കേട്ടുണ്ട്. ആ വചനം വെറുതെ കേട്ടിട്ട് പോകുവാനില്ല, അത് ഉരുവിട്ട് പ്രാർത്ഥിക്കുവാനും ഉരുവിട്ട് പറയുവാനും കർത്താവെ ആ വചനത്തിൻ്റെതായ ആ വെളിപ്പാടിലേക്ക് ഇറങ്ങിയിട്ട്, ആ വചനത്തിലെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനും സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് വചനം ജീവനായി വെളിപ്പെടുവാനായിട്ട്. എപ്പോഴാ അത് വിശ്വാസത്തോടെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ നിർജ്ജീവമായ എല്ലുകൾ അസ്ഥികൾ ജീവൻ വെച്ച് പ്രാപിച്ചതുപോലെ അതുവരെ അസ്ഥി അങ്ങനെ തന്നെ കിടക്കുവാൻ. പക്ഷേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന അസമാധാനമായി നിൽക്കുന്നതായ മുമ്പോട്ട് നീങ്ങുവാൻ കഴിയാതെ നിൽക്കുന്ന മണ്ഡലങ്ങളെ നോക്കി വിശ്വാസത്തോടെ അവയെ പ്രവചിച്ച് ആത്മനിറവിൽ പ്രാർത്ഥിക്കുവാനിടയായിട്ടാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ. അടുത്ത വാക്യം പറയുന്നത് ഏഴാം വാക്യം പറഞ്ഞ, യഹോവയെ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ദയ ആരാ തരുന്നത്? ദൈവമാ തരുന്നത്. രക്ഷയെ ആരാ തരുന്നത്? തമ്പുരാനാ തരുന്നത്. യെശയ്യാവിൽ പറയുന്നത് പോലെ യെശയ്യാവിന്റെ 54 വാക്യം 54 അധ്യായത്തിൽ 7 മുതൽ 10 വരെ വാക്യം വായിക്കാം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊണ്ടു. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് ഞാൻ നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അല്പ നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പാനായ യഹോവ വാങ്ങിച്ചു. നമ്മുടെ വീണ്ടെടുപ്പാനായ ദൈവം പറയുന്നു, നമ്മുടെ കരുണയോടെ നിത്യതയോടെ എന്ത് ചെയ്യുക? ദൈവം വീണ്ടെടുക്കുവാൻ നിൽക്കണം. നാം ശക്തനായ ദൈവമാണ്. അതിന് 10ാമത്തെ വാക്യം പറയുന്നത്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. അവൻ ഈ ലോകത്തിൽ ഉറപ്പെന്ന് പറയുന്നതായ കാര്യങ്ങളാണ്. പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്, നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉറപ്പോടെ നിൽക്കുക. പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉറപ്പോടെ നിൽക്കുക. പക്ഷെ ഇത് മാറിപ്പോയാലും എൻ്റെ ദയ മാറിപ്പോകത്തില്ല, എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. അപ്പം നമുക്ക് പലപ്പോഴും ദയയില്ല, കരുണയില്ല, ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അവിശ്വാസം നിമിത്തം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. കർത്താവ് പറയുക, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങുമ്പോൾ, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകത്തില്ല.
ഈ വിശ്വാസത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ, ഈ വചനത്തിൽ ഒന്ന് മുറുകെ പിടിക്കുവാൻ കഴിയുമോ? കർത്താവ്, ഈ വചനം ഞാൻ അത് ഏറ്റെടുക്കുന്നു. കർത്താവ്, അങ്ങയുടെ ദയ എന്നെ വിട്ടുമാറത്തില്ല, അങ്ങയുടെ കരുണ എന്നെ വിട്ടുമാറത്തില്ല. അപ്പം ഏതെല്ലാം പ്രശ്നങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നെങ്കിലും, ഏതെല്ലാം കുന്നുകളെല്ലാം അതെല്ലാം നിൽക്കുക, പക്ഷെ അതെല്ലാം മാറിപ്പോയ എത്ര ഉറപ്പോടെ എന്നോട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാലും, എന്നോട് നിൽക്കുന്ന എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം മാറിപ്പോയാലും മാറാത്തൊരു ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദയ നമ്മളോട് കൂടെ ഉണ്ട്. ആ ദൈവം പറയാൻ ഇതെല്ലാം മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ കരുണ നിന്നോട് കൂടി, അത് നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, യേശുവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ചില മേഖല കടന്നു പോകാനിടയാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല, മറ്റുള്ളവരോട് പറയുവാൻ പറ്റത്തില്ല, മറ്റുള്ളവരോട് അവരോട് പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ എന്നാൽ അവിടെയൊക്കെ പറയുവാൻ ഒരു നല്ലൊരു നാഥൻ നമ്മോട് കൂടെയുണ്ട്, നല്ലൊരു ഇടയൻ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ രക്ഷിതാവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് അനുഭവിക്കുന്ന വേദനകളുണ്ടാവും, ഭാരങ്ങളുണ്ടാവും, പലപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ ഉണ്ടാവും. പക്ഷേ അതിന്റെ നടുവിൽ കർത്താവ് പറയുക, അപ്പൊ നിന്നോട് കൂടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്നെ വഴി നടത്തുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിനക്ക് വേണ്ടി അവൻ കരുണ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി അവൻ പരിപാലിക്കാൻ, നിന്നെ അവൻ ബുദ്ധി ഉപദേശിച്ച് തരുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുക. ആ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിക്ക് അടുത്തു വരുവാനാണ് കർത്താവിനെ രക്ഷിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ കർത്താവ് ആ ഒരു കരുണയുള്ളൊരു ദൈവം, അതേ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നെ സഹായിക്കും, എന്നെ ബലപ്പെടുത്തും, എന്നെ ശക്തീകരിക്കും. അവൻ എന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല. അവൻ എന്നെ അമ്മ ഉപേക്ഷിച്ചാലും അപ്പൻ ഉപേക്ഷിച്ചാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും അവൻ കർത്താവ് ആ ദൈവത്തിന്റെ കാരണം, ആ ദൈവത്തിന്റെ ദയ നമ്മോട് കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മോട് കൂടെ ഇരുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിലേക്ക് പ്രവർത്തിക്കുവാൻ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നത്, ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. അവൻ പുറത്തു കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയല്ല, അവൻ കർത്താവിൻ്റെ സർക്കിളിന് പുറത്തു കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയല്ല ഈ കരുണ വരുവാനുടെയാണ്, അവൻ ഈ ദയ വരുവാനുടെയാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ്റെ ആയതിന് അതുപോലെ എൻ്റെ സമാധാന നിയമം നീങ്ങും പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവിക സമാധാനം നമ്മളിലേക്ക് തമ്മിൽ പകരുവാൻ്റെ ആയതിന് അവ എത്ര വിഷയത്തിന് നടുവിൽ ഒരു സമാധാനം കണ്ടെത്തുവാൻ നിൽക്കണം, ഒരു കൃപ തമ്മിൽ പകരുവാൻ്റെ ആയതിന് അവ പർവ്വതങ്ങൾ ഭാവി പ്രതികൂലമായി നിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു ദൈവിക സമാധാനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രയാസമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും ഒരു സമാധാനം എവിടെ നിന്ന് കണ്ടെത്തുവാൻ കഴിയുന്നത്? അത് ദൈവം തരുന്ന സമാധാനമാണ്. ആ ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അവൻ സൗമ്യതയോടെ മുമ്പോട്ട് നീങ്ങുവാൻ കഴിയണമെങ്കിൽ അവൻ്റെ ഒരു കൃപ അതിന്മേൽ തമ്മിൽ അത് ദൈവം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചയമായിട്ട് അത് തമ്മിലാൻ നൽകുവാൻ ചെയ്യാം. അന്ന് 9-ാമത്തെ വാക്യം വായിക്കാം. അമ്മ സങ്കീർത്തനത്തിൽ 9-ാമത്തെ വാക്യം. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതില്ലേ, അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. അതെ, തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കണമെന്ന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്ന വിഷയം. അവൻ തന്റെ ഭക്തന്മാരോട് അവന്റെ രക്ഷയെ അടുത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? അവൻ ദേശത്തിന് നടുവിൽ തിരുമഹത്വം വസിക്കണം. അവൻ എവിടെ വസിക്കണം? ദേശത്തിന് ദൈവത്തിന്റെ മഹത്വം വസിക്കുവാൻ. നാം പാർക്കുന്ന ദേശത്ത് നമുക്കൊരു കാഴ്ചപ്പാട് ദർശനം ഉണ്ടാകണം. കർത്താവേ, അവയെ ദേശത്തിന്റെ അധിപതികളെല്ലാം വസിക്കുവാനിടയാണ്. ദൈവത്തിന്റെ നാമം അത് മഹത്വപ്പെടുവാനിടയാണ്. അവൻ ദൈവനാമം ഉയരുവാനിടയായിട്ടാണ്. അതിലൂടെ തന്റെ ഭക്തന്മാരിലൂടെ അത് വെളിപ്പെടുവാനിടയായിട്ട്, ആ തന്റെ ഭക്തന്മാരിലൂടെ അത് അവൻ സംഭവിപ്പാനിടയായിട്ട് വിശ്വാസത്തോടെ പറയുവാൻ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുമെന്ന് പറയുവാനിടയാകുമ്പോൾ അവൻ നമുക്ക് ആത്മാവിലൊന്ന് കാണുവാൻ കഴിയാൻ അവൻ ഈ റെമയിലെ പല പ്രദേശങ്ങളുണ്ട്, പലയിടങ്ങളിലും അവൻ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. ഞാൻ ഇന്ന ഏരിയയിൽ താമസിക്കുന്നു, ഇന്ന കോർണറിൽ താമസിക്കുന്നു, സെൻട്രൽ താമസിക്കുന്നു, അങ്ങേറ്റം താമസിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ദൈവജനം പലയിടങ്ങളിൽ അവൻ താമസിക്കുവാനിടയാകുമ്പോൾ നമ്മൾ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ വെളിച്ചം ഈ ദേശം മുഴുവൻ ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് പ്രകാശത്തിലേക്ക് എത്തുവാനിടയാണ്. വിശ്വാസത്തോടെ പറയുവാൻ കഴിയണം, അവൻ ഈ ദൈവം അവൻ ഈ ദേശത്തിന്മേൽ കഥാവി തിരുമഹത്വം ഇറങ്ങുവാനാണ്. അവിടെ പറഞ്ഞ യഹോവയുടെ തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന്, അവൻ ദൈവത്തിന്റെ മഹത്വം ദേശത്തിൽ വസിക്കേണ്ടതിന് എന്ത് ചെയ്യുക? അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയമായിട്ടും അത് സംഭവിക്കുവാനായിട്ട് നിശ്ചയമായിട്ട് ദൈവത്തിന്റെ മഹത്വം സകല നാമത്തിനും മേലായ നാമം അത് ഉയരുവാനുടെ ആയിട്ടിനും അവൻ സകല മുട്ടും എല്ലാ മുട്ടും മടങ്ങുവാനുടെ ആയിട്ടിനും യേശു കർത്താവ് എന്ന് പറയുവാന്ന ഒരു സുദിനം വരുവാനുടെ ആയിട്ടിനും അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുടെ ആയിട്ടിനും എതിരെ നിൽക്കുന്ന മണ്ഡലങ്ങളെല്ലാം തകർന്നു മാറുവാനുടെ ആയിട്ടിനും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ്. അവൻ രക്ഷ ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയങ്ങളുടെ അന്തരങ്ങളിലേക്ക് പരിശുദ്ധാത്മ ഇടപെടുവാനുടെ ആയിട്ടിനും അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുടെ ആയിട്ടിനും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനുടെ ആയിട്ടിനും കർത്താവേ അവ ദൈവത്തിന്റെ പ്രവൃത്തി അത് വെളിപ്പെടുവാനുടെയാണ്.
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം. നമ്മൾ പാർക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുവാനാകട്ടെ. ഞാൻ പാർക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുവാൻ മഹത്വം ഇറങ്ങുവാനാകട്ടെ. ഞാൻ പാർക്കുന്ന ദൈവം ഞാൻ വരുന്ന ആലയത്തിന്മേൽ ദൈവത്തിന് മഹത്വം ഇറങ്ങുവാനാകട്ടെ. യേശുവേ കർത്താവെ, വേറൊരു മഹത്വം വേണ്ടപ്പ. ദൈവത്തിന് മഹത്വം ഇറങ്ങണം. കർത്താവെ, നമ്മളുടെ ശുശ്രൂഷകളുടെ മേൽ കർത്താവെ ദൈവത്തിന് മഹത്വം ഇറങ്ങുവാനാണ്. നമ്മുടെ ആരാധനകളുടെ മേൽ ദൈവത്തിന് മഹത്വം ഇറങ്ങുവാനാണ്. നമ്മുടെ കുടുംബത്തിന് അന്തരങ്ങളുടെ മേൽ ദൈവത്തിന് മഹത്വം ഇറങ്ങുവാനാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ജ്ഞാനമല്ല, ബുദ്ധിയല്ല. ഈ വീട് പണിയാതിരുന്നാൽ കർത്താവ് വെറുതെ അധ്വാനിക്കുവാനായിത്തീർന്നു. ദൈവത്തിന് വചനം പോലെ ദൈവത്തിനെ ദൈവം പണിയണം. വീടുകളും ഭവനങ്ങളും കുടുംബങ്ങളും ചർച്ചുകളും ഒക്കെ ആര് പണിയുവാനാണ്? ദൈവത്താൽ പണിയപ്പെടുവാനായിത്തീരണം. അതിന് വിശ്വാസത്തോടെ ദിവസത്തിലേക്ക് അടുത്ത് വരും. കർത്താവെ, അങ്ങ് പണിയുവാൻ ഇടയായിത്തീരണം. കർത്താവ് പണിയുവാനാണ്. അങ്ങനെ പണിയുന്നിടത്ത് ആറ് മഹത്വം ഇറങ്ങുവാനാണ്. ദൈവത്തിന് മഹത്വം ഇറങ്ങുവാനായിത്തീരണം. ഇന്നുവരെ കുടുംബങ്ങളുടെ അന്തരങ്ങളിൽ ആറ് മഹത്വം ഉയരുവാനാണോ? ദൈവത്തിന് മഹത്വം ഇറങ്ങുവാനാണ്. എൻ്റെ പെർഫെക്റ്റ് കൊണ്ടോ എൻ്റെ ജ്ഞാനം കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ അല്ല ഞാൻ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുവാനാകുന്നത്. ആറ് കഴിവുകൊണ്ട് ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ജോലി ലഭിച്ചത് കൊണ്ടോ എനിക്ക് വരുമാനമുള്ളത് കൊണ്ടല്ല ഞാൻ കുടുംബത്തെ നടത്തുവാൻ കഴിയുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു നമുക്കറിയാതിരിക്കുമ്പോൾ അടുത്ത നിമിഷം നമ്മൾ ജയത്തോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത നിമിഷം ഞാൻ നിൽക്കുന്ന നിൽപ്പ് താഴെ വീഴുമോ എന്ന് അറിയാതിരിക്കുമ്പോൾ എന്നെ ജയത്തോടെ നടത്തുന്ന ഒരു തമ്പുരാനുണ്ട്. കർത്താവ് ദൈവം ആയുസോടെ ആരോഗ്യത്തോടും ബലത്തോടും ദൈവം നിർത്തുമ്പോൾ ആർക്ക് മഹത്വം കൊടുക്കുവാനാണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ്. അത് നമ്മളിൽ നിന്ന് തുടങ്ങിയിട്ട്, നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങിയിട്ട്, നമ്മുടെ സഭയിലെ അന്തരങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് അത് ദേശത്തിന്റെ അന്തരങ്ങളിലേക്ക് വ്യാപരിക്കുവാനാണ്. ആദ്യം ആരിൽ തുടങ്ങുവാനാണ്? നമ്മളിൽ തുടങ്ങുവാനായിട്ട്. രണ്ടാമത് കുടുംബത്തിന്റെ അന്തരങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ടുണ്ട്. വീണ്ടും അതിന് ശേഷമായിട്ട് ദേശത്തിലേക്ക്, ദൈവസഭയിൽ നിന്ന് ദേശത്തിലേക്ക് അത് വ്യാപരിക്കുവാനാണ്. മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ കഴിയണം. മഹത്വം നമുക്ക് എടുക്കുവാൻ തന്നെ മഹത്വം വേറൊരുത്തിനും വിട്ടുകൊടുക്കുന്ന ദൈവത്തിന് വചനം പറയുമ്പോൾ കർത്താവിന് കൊടുക്കുന്ന മഹത്വത്തെ ഒന്ന് കൊടുക്കുവാൻ ഒരു കൃപ നമ്മളെ നൽകാണ്. അതായത് ദൈവത്തിന് വചനം പറയുന്നത് സകലതും കർത്താവിനെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നമ്മൾ ചെയ്യുവാൻ ഒരു കൃപ നൽകണം. കർത്താവ് എനിക്ക് ചെയ്യുവാൻ നൽകിയതൊക്കെയും ദൈവത്തിന്റെ കൃപയാണ്. നിൽക്കുവാൻ ദൈവം നൽകിയതൊക്കെയും ദൈവത്തിന്റെ കർത്താവ് ഇന്ന് സംഗീതത്തിന് ശുശ്രൂഷിക്കുവാൻ നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. കർത്താവ് ഈ ആലയത്തിൽ പാവിരിക്കുവാൻ നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. ആലയത്തിൽ ഫുഡ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് അത് ദൈവത്തിന്റെ കൃപയാണ്. കർത്താവ് ഈ ആലയത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. ആലയത്തിലേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരുവാൻ നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസം കർത്താവെ, ഒരു താഴ്മ, ഒരു ഹൃദയം കർത്താവിന്റെ സ്ഥലത്തിലേക്ക് നേൽപ്പിച്ചു കൊടുക്കണം. കർത്താവെ, ദൈവമേ, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ താരമാണ് ഇതൊക്കെയും കർത്താവെ. ഇത് പറയുന്നത് പോലെ അങ്ങിൽ നിന്ന് വാങ്ങിച്ച് അങ്ങേക്ക് നല്ലതാണ് ഞങ്ങൾക്ക് ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. നമുക്കൊന്നും മകത്ത് കൊടുക്കുവാൻ സങ്കീർത്തനത്തിന്റെ 10 വരുന്ന വാക്യം വായിക്കും. വിശ്വാസം നമ്മൾ ചുംബിച്ചിരിക്കുന്നു, നീതിയും സമാധാനവും നമ്മൾ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വളരുകയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽ ചൂടുകൾ വഴി നോക്കുകയും ചെയ്യും. ദൈവം വിശ്വസ്ത തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും. വിശ്വസ്തത എവിടെ നിന്ന് മുളയ്ക്കുവാനായിരുന്നു? ഭൂമിയിൽ നിന്ന് മുളയ്ക്കുവാനായിരുന്നു. ആരിൽ നിന്ന്? നമ്മിൽ നിന്ന് മുളയ്ക്കുവാനായിരുന്നു. നമ്മിൽ നിന്ന് വിശ്വസ്തത ഉയരുവാനായിരുന്നു. ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള ഒരു കൃപ നമ്മളെ പകരുവാനായിരുന്നു. അങ്ങനെയെങ്കിൽ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുവാനായിരുന്നു. യെശയ്യാവിന്റെ 54-ാം അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യം 54-17 ഐശയ്യ 54:17. உனக்கு விரோதமாய் நியாயத்தில் எழும்பும் எந்த நாவையும் நீ குற்றப்படுத்துவாய். இது கர்த்தருடைய ஊழியக்காரரின் சுதந்திரமும் என்னால் உண்டான அவர்களுடைய நீதியுமாய் இருக்கிறது என்று கர்த்தர் சொல்கிறார். യഹോവയിൽ നിന്ന് ഉള്ള നീതി, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. യഹോവയിൽ നിന്ന് വരുന്ന നീതി എങ്ങനെയായിത്തീരും? നാം വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിഞ്ഞാൽ, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ കഴിഞ്ഞാൽ, വിശ്വസ്ത ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ കഴിഞ്ഞാൽ, കർത്താവ് പറയുന്ന ദൈവത്തിൽ നിന്ന് വരുന്ന നീതി എന്ത് ചെയ്യുക? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല എന്ന് ദൈവത്തിന് വചനം പറയുവാനായിട്ട്.
ഒന്ന് നമ്മളിൽ നിന്ന് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ച് വരുവാനിടയാകുന്നു. ഉയരത്തുള്ള നീതി താഴേക്ക് ഇറങ്ങുവാൻ എങ്ങനെ ഇറങ്ങുവാൻ നിനക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കുകയില്ല. നമുക്ക് വിരോധമായി ഒരായുധവും ഫലിക്കാതിരിക്കണമെങ്കിൽ അത് ഒന്നാമത് നമ്മളിൽ നിന്ന് പുറപ്പെട്ടുള്ളതായ ഒന്ന് വിശ്വസ്തത നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിത്തന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസ്തത അവൻ ഉള്ളവനായി തീരുവാനായിത്തന്നാൽ അവൻ ദൈവത്തിൻ്റെ നീതി ഉയരത്തിൽ നിന്ന് ഇറങ്ങുവാനായിത്തരും. നിനക്ക് വിരോധമായി ഒരു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുക. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാം നാവിനെ നീ കുറ്റം വിധിക്കും. അവൻ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വിശ്വാസത്തോടെ പറയുവാനിടയാണ്. യോബിനെയും അവൻ്റെ വസ്തുക്കൾക്ക് ചുറ്റും ദൈവം വേരുകെട്ടി സൂക്ഷിക്കുവാനിടയായിട്ടെങ്കിൽ അവൻ ദൈവം തീവ്രനായി നമുക്ക് ചുറ്റും ഇറങ്ങി നിൽക്കുവാനിടയായിട്ടും എങ്ങനെയാ അവൻ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടത് വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിലപ്പാൻ കഴിഞ്ഞാൽ, അവൻ അനുസരണത്തോടെ ദൈവത്തിന് നിലപ്പാൻ കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വാക്കിന് വേണ്ടി അവൻ നിൽക്കുവാൻ കഴിഞ്ഞാൽ, അവൻ തൻ്റെ അവൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ, അവൻ കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് ഒന്ന് ഇരിക്കുവാൻ കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ആ നീതി അവൻ നമ്മൾ മേലും നമ്മുടെ തലമുറകൾ മേലും വ്യാപരിക്കുവാനായിട്ട് അവൻ നമ്മൾ മാത്രം ഒതുക്കി കളയുവാനല്ല, അവിടുന്ന് തലമുറകളിലേക്ക് അത് വ്യാപരിക്കുവാൻ ഇടയായിട്ട് ദൈവമേ അവത്തിന്റെ പ്രവൃത്തി അത് വെളിപ്പെടുവാനായിട്ട് ആ നീതിയുടെ കരം ഇറങ്ങുവാനായിട്ട് ഇതുപോലെ വിശ്വാസത്തോടെ പറയുവാനാണ്. എന്നിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം, അവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ഒരു വിശ്വസ്തത അവൻ കർത്താവെ ഒന്ന് മുളയ്ക്കുവാനിടയാകണമേ. അവൻ കർത്താവെ എങ്ങനെ മുളയ്ക്കുവാനിടയാകണം? അവൻ വാചകമാകുന്നത് വിത്ത് അവൻ കർത്താവെ എന്റെ നല്ല നിലത്ത് വീണിട്ട് അവിടെ നിന്ന് വിളയ്ക്ക് വന്ന് മുളച്ചു വരുവാനിടയായിട്ട് ആ വചനം എൻ്റെ ഹൃദയത്തിൽ എവിടെ വീഴുവാനും നല്ല നിലത്ത് വീഴുവാനിടയായിട്ട് അങ്ങനെ വീണു കഴിഞ്ഞാൽ ഒരു വിശ്വസ്തമായിട്ട് ഒന്ന് മുളയ്ക്കുവാനിടയായിട്ട് കേൾക്കുന്ന വചനങ്ങൾ അവൻ മുള്ളിനിടയിലല്ല വീടിന്റെ വഴിയരിയിലല്ല വീടിന്റെ പാറപ്പുറത്തല്ല വീഴുന്നത്, അത് നമ്മുടെ ഹൃദയമാകുന്ന നല്ല നിലത്ത് വീണിട്ട് അവൻ അത് 30 60 അവൻ 100 മേനിയായിട്ടൊന്ന് അവൻ വിളയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിന്റെ കരം ഇറങ്ങുവാനായിട്ട് അങ്ങനെ അവൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാകണം. നീതിയുടെ കരം ഇറങ്ങട്ടെ, നീതിയുടെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ശക്തനായ കാര്യമാണ്. പക്ഷേ അവൻ കർത്താവിന് വേണ്ടി നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും തൻ്റെ ഭക്തന്മാർ തൻ്റെ ദാസന്മാരോട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കൽപ്പാത്രത്തിൽ വക്കോളം വെള്ളം നിറച്ച് വെക്കുവിനെന്ന് പറഞ്ഞു. അവൻ വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അത് നിറയ്ക്കണം, നിറച്ചെങ്കിൽ മാത്രമേ അടുത്ത അത്ഭുതം അവിടെ നടക്കത്തുള്ളൂ. അവൻ ആഴത്തിലേക്ക് ഇറങ്ങി മീൻ വീശുവിൻ എന്ന് പറഞ്ഞാൽ വീശുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണം. പുറപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ അന്തരങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് അവൻ ചെയ്യുവാൻ വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞതനുസരിച്ച് അവൻ ചുവടുകൾ വെക്കുവാൻ കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ്. ദൈവത്തിന് വേണ്ടി മുമ്പേ അവൻ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിഞ്ഞാൽ, എല്ലാത്തിനേക്കാളും ഉപരിയായി അവൻ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ കഴിഞ്ഞാൽ അത് അനുഭവത്തിൽ വരുവാനാണ്, ജീവിതത്തിൽ അനുകരണമായി തീരുവാനാണ്. കർത്താവിനെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടണം. കർത്താവെ ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, അവൻ ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും കർത്താവെ ദൈവസ്ഥലം പ്രാർത്ഥിക്കുവാനും അവൻ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഉണ്ട്, ഞെരുക്കമുണ്ട്. പക്ഷേ എങ്കിലും യഹോവയുടെ സ്ഥലത്തേക്ക് ഒന്ന് കടന്നു വരുവാൻ ഇരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ എന്നാൽ ദിവസത്തിലേക്ക് ഒന്ന് അവൻ ഇരിക്കുവാൻ വേണ്ടി ഒരു കൃപ. അപ്പം ഇന്ന് അവൻ നൈറ്റ് കഴിഞ്ഞ് വന്നവരുണ്ട്, യാത്ര നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരുണ്ട്, എങ്കിലും അവർ വന്ന് ദിവസത്തിൽ ഇരിക്കുക. എന്തിനു വേണ്ടിയാ? അവൻ കർത്താവ് ഒന്ന് സംസാരിക്കണം, എന്നോട് നിൽക്കണം. അവൻ അങ്ങനെ വചനമാണ്. അടുത്ത നിമിഷങ്ങൾ എനിക്ക് ജീവിക്കണമെങ്കിൽ ആ ദൈവവചനമില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ളതായ മണ്ണുകളിൽ ഈ ലോകത്തിലുള്ളതായ വസ്തുക്കൾ കഴിച്ചെങ്കിൽ മാത്രമേ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ജീവന്റെ മന്ന അവൻ ഉപേക്ഷയായി വിചാരിച്ചാൽ നമുക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. അങ്ങനെ ആ മന്നയെ നമ്മൾ ഉപേക്ഷയായി വിചാരിച്ച് നമ്മൾ ശത്രുവിൻ്റെതായ കിടയിൽ അകപ്പെടുവാൻ കഴിയത്തില്ല. കർത്താവേ ആ ജീവമന്ന നമ്മൾ മുമ്പോട്ട് പോകാൻ